പ്രവർത്തകരുടെ കയ്യിൽ ഏൽപ്പിച്ചതിനു ശേഷം ഉസ്താദിന്റെ നിവാരണം പ്രതീക്ഷിക്കാം. ചോദ്യകർത്താക്കൾ ക്ഷണിക്കുന്നു. ഹല്ലയാക്കത്തിന്റെ ആളുകൾ ഇന്ന് നാട്ടിലില്ല. എന്നാ നാട്ടിൽ കാദ്യമാർ നിയമിക്കാൻ ഒരു വ്യവസ്ഥത ഇല്ല. ഹല്ലുവാക്കതിന്റെ അഹലുകാരില്ലെങ്കിൽ ആ നാട്ടുകാർ ഓരോരുത്തരും ഏൽപ്പിക്കണ ആൾക്ക് ആ അധികാരമുള്ള ആളായി മാറും. അത് നടപ്പാവൂലേ? അപ്പോലെ ഓലെ മുഹക്കമ് കാലിന്റെ മാതിരിയാവും. അപ്പൊ ഇന്നത്തെ കാലി മൊത്തത്തിൽ എത്രയല്ലേ ഉള്ളൂ? ജനങ്ങൾ ഓരോരുത്തരും മുഹക്കമാകണ മാതിരിയാവും. അപ്പൊ കാലി എന്നുള്ള നല്ല വിധികളൊന്നും അല്ല. നമ്മുടെ ഈ കേരളത്തിലൊക്കെ ഉള്ള കാലികള് മൊത്തത്തിൽ ഒരു മുഹക്കമിന്റെ സ്ഥാനത്തല്ലേ ഉള്ളൂ? അങ്ങനെ മാത്രല്ല, ഇവിടെ ഷൗക്കത്തിന്റെ അഹലുകാര് നിയമിച്ച കാലി തന്നെ ഉണ്ട്. പരപ്പനങ്ങാടി കാലി ഷൗക്കത്തിന്റെ അഹലുകാർ നിയമിച്ച കാലിയാണ്. സർക്കാർ നിയമനാധികാരം നൽകിയിട്ടുള്ള കാലിയാണെങ്കിൽ ദുഷൗക്കത്ത് നിയമിച്ച കാലിയാണ്. ഈ സർക്കാർ നിയമനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലല്ലോ. ഈ സർക്കാർ ഇപ്പൊ ഇവിടെ മൊത്തത്തിൽ ഇപ്പൊ മുസ്ലിങ്ങൾക്ക് കാദ്യമാർ നിയമിക്കില്ലല്ലോ. അതെന്താണ് അതിൻ്റെത്? സർക്കാർ നിയമനം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് ഒരു സ്ഥലത്ത് വന്നാലേ അവിടെ പ്രദേശത്തെ അന്വേഷിച്ചിട്ട് അവർ നിയമിച്ച ആ നിയമനത്തിന് വിജ്ഞാപനം പുറപ്പെടുവിച്ച നിയമമാക്കും. അങ്ങനെ വന്നാൽ നിയമനായി. അങ്ങനെ നിയമനപ്പുണ്ടോ? അങ്ങനെ നടക്കുന്നുണ്ട്. കാലി ആക്ടും കാലി നിയമമൊക്കെ ഇപ്പോഴുണ്ട്. പണ്ടേയുള്ള നിയമമാണ്, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴായിട്ടുണ്ടായ നിയമമല്ല, 1880 കാലി ആക്ടാണ്. അത് ആ ആക്ട് പ്രകാരമുള്ള നിയമനമൊക്കെ ഇന്നും ഉണ്ട്. അത് നടത്തി വരുന്ന ആളുകളും ഉണ്ട്. ഇല്ലാത്ത നിലക്ക് നാട്ടുകാർ ഒന്നിച്ച് ആക്കുന്നത് നിയമിച്ചവരുടെ കാലിയാകും, മറ്റുള്ളവരുടെ മേൽ അധികാരം വരില്ല. ഹല്ലയാക്കതിന്റെ കാലി നിയമിച്ചാൽ നിയമിച്ചവർക്കും നിയമിക്കാത്തവർക്കും ഒക്കെ അധികാരം വരും. ഇയാൾക്ക് അധികാരം വരും. മനസ്സിലായോ നിങ്ങൾക്ക്? ഹല്ലയാക്കതിന്റെ അഹലുകാർ നിയമിച്ചാല് ഹല്ലയാക്കതിന്റെ അഹലുകാർ അല്ലാത്തവരുടെ മേൽ ഈ കാലിക്ക് അധികാരം വരും. നേരെ മറിച്ച് നാട്ടുകാർ നിയമിച്ചാൽ നിയമിച്ചോന്റെ കാലിയാവും. നിയമിച്ചോന്റെ കാലി എന്ന് പറഞ്ഞാല് വലിയ അധികാരമുള്ള കാലിയാവില്ല, മുഹക്കം എന്ന് പറഞ്ഞ മാറ്റ സ്ഥാനാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഇന്നത്തെ വ്യവസ്ഥയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുള്ളൊരു കാര്യമാണല്ലോ. അപ്പൊ ഓരോ വിഭാഗത്തിനും മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഓരോ വിഭാഗവും ഓരോ കാദ്യമാരെ നിശ്ചയിക്കലായാലേ കൂടുതൽ പ്രായോഗികം എന്ന് ചോദിച്ചതിനെ പറ്റി നമ്മൾ എന്താ പറയാ? അതിനിപ്പോ പ്രായോഗികം ആലോചിക്കുന്ന നേതാക്കന്മാരൊക്കെ ആലോചിച്ചോട്ടെ. ഞാൻ ഇവിടെ പറയാൻ വന്നതല്ലോ. ഞാൻ ഈ കാലി പ്രശ്നത്തിന്റെ മസാല പറയാൻ വന്നതല്ലേ. നിങ്ങൾ ഈ പറയുന്നത് സർക്കാരിന്റെ നിയമനത്തിന്റെ പ്രായോഗിക ഏതാന്നാണ്. അല്ല, നാട്ടിലെ അതായത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പില്ലാതെ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങളെ കൊണ്ട് നടക്കാൻ നല്ലത് ഓരോ വിഭാഗവും അവരെ കാദ്യമാരായിട്ട് നടക്കട്ടെ. എന്നാൽ ശരിക്ക് അവരെ ഹുക്കുമ്പുകള് നടപ്പാക്കാൻ കൂടുതൽ സൗകര്യമാണ്. അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ, അത് നിങ്ങൾ പറഞ്ഞോളി. അങ്ങനെ അഭിപ്രായമുള്ളവര് പല അഭിപ്രായങ്ങളും വന്നിട്ട് യോജിച്ചെടുത്തോട്ടെ. അങ്ങനെ ഷാഫി മദ്ഹബിൽ ഇതിന് വിരുദ്ധമുണ്ടോ? ഷാഫി മദ്ഹബില് നിയമനാധികാരമുള്ളതായി പറഞ്ഞതൊക്കെ നിയമനാധികാരം ഇമാമോ ഇമാമിന്റെ നായിബോ ദുഷൗക്കത്തോ അല്ലെങ്കിൽ ഹല്ലാക്കത്തിന്റെ അയലാരോ നിയമിച്ചാലേ കാലിയാവുള്ളൂ. അല്ലാതെ പാർട്ടി ആൾക്കാർ ആക്കണീനൊന്നും ആവില്ല. അല്ല, പാർട്ടി വിഭാഗം ആക്കിയാലാവൂലേ? ഒരു വിഭാഗത്തിൽ ഒരു നാട്ടിൽ തന്നെ 3 കാലി ഉണ്ടാവാലോ. 3 വിഭാഗം ആളുകൾ, അത് ഇന്നത്തെ സംഘടനാ ലെവലില് ആളുകൾ ഓരോ സംഘടനക്ക് ഓരോ കാലി നിശ്ചയിച്ചു. സംഘടനക്കാരല്ല കാലി നിയമിക്കുക. കാലിനെ നിയമിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കേട്ടോ, 4-5 അധികാരങ്ങള്. ഈ അധികാരങ്ങളിൽ നിയമിക്കുന്ന ആൾക്കാർക്ക് മഹല്ലുൽ വിലായത്ത് വേണ്ടേ? അതില്ലാത്ത സ്ഥലത്താണ് ഇപ്പൊ നമ്മളെ ചോദ്യം. അതായത് ഇപ്പൊ ഹല്ലാക്കത്തിന്റെ ആളുകൾ വരെ ഇല്ലാത്ത അവസ്ഥ ഉള്ളത്. ഹല്ലാക്കത്തിന്റെ എല്ലാവരും ഇല്ല നിങ്ങൾ വെറുതെ പറയുന്നതിൽ ഉള്ളതുണ്ട്, ഇല്ലാത്ത സ്ഥലമുണ്ട്. ഇല്ലാത്ത സ്ഥലത്ത് വിഭാഗത്തിൽ തിരിക്കുന്നത് ഉള്ളോടത്തും കൂടി ബാധകാവൂലേ? ഇപ്പൊ നിങ്ങൾ പറയണേ എപിക്കാർക്ക് കാലി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഈക്കക്കാർക്ക് കാലി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സംസ്ഥാനക്കാർക്ക് കാലി എന്ന് പറഞ്ഞാൽ സംസ്ഥാനക്കാർ കേരളം ഒട്ടാകെ പകർന്നു നിൽക്കല്ലേ, ഈക്കക്കാർ കേരളം ഒട്ടാകെ പടർന്നു നിൽക്കല്ലേ. ഈ പടർന്നു നിൽക്കുന്നവർക്കൊക്കെ മഹല്ലുൽ വിലായത്ത് എന്താ നിർണ്ണയിക്കുക? കേരളം ഒട്ടാകെ അല്ലേ? അല്ല, നമ്മൾ മഹല്ല് അടിസ്ഥാനത്തിലല്ലേ നമ്മൾ നോക്കുക. നിങ്ങൾ എന്ത് കൂട്ടും? നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിന്ന് സംസാരിക്കും. വിഭാഗം വെച്ചോ സംസാരിക്കുന്നത്, അതോ പ്രദേശത്ത് ഒരു മഹല്ലിലെ വിഭാഗം വെച്ചിട്ട്? ഒരു മഹല്ലിലെ വിഭാഗത്തിൽ ഒരു മഹല്ലിൽ ഏപ്പിക്കാരുണ്ട്, ഈക്കക്കാരുണ്ട്. എന്നാൽ ഏപ്പിക്കാർക്ക് ഒരു കാദിയും ഈക്കക്കാർക്ക് ഒരു കാദിയും ആകുക, ഇതല്ലേ പ്രായോഗികം എന്നല്ല നിങ്ങൾ പറയുന്നത്? ഇപ്പൊ അങ്ങനെയാണല്ലോ. അതുകൊണ്ടല്ലേ കുഴപ്പം. അതുകൊണ്ട് പോയി കുഴപ്പമൊക്കെ അതുകൊണ്ടാണല്ലോ. ഏപ്പിക്കാർക്ക് ഒരു കാലി ഈക്കക്കാർക്ക് ഒരു കാലി ആയിട്ടാണല്ലോ ഇപ്പൊ ഈ കുഴപ്പം മീമോ. ഏപ്പിക്കാർക്ക് ഒരു ദിവസം പെരുന്നാളും ഈക്കക്കാർക്ക് ഒരു ദിവസം നോൽമ്പും ആവും. ഷാഫി മദ്ഹബിന് പിന്നെ ഷാഫി മദ്ഹബിനെ ആരാ നിയമിക്കുന്നത് നോക്കേണ്ടതുണ്ട്. മുവല്ലി എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ നിയമങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആ നിയമങ്ങൾ ശ്രദ്ധിച്ചോ? അതിൽ ഇമാമിൽ പെട്ടോ, നായിബുൽ ഇമാമ് പെട്ടോ, ദുഷൗക്കത്ത് പെട്ടോ, അതോ അഹ്ലുൽ ഹല്ല് അഖ്ദുൽ പെട്ടോ? ഏതിലാ പെട്ട്? നിങ്ങൾ പറയും. അതിലൊന്നും പെടൂല. എന്നാ പിന്നെ നിയമനം നടക്കൂല, ഖളാഇല്ല. എന്നാ ഖാലിയല്ല. വ്യക്തിപരമായിട്ട് നിയമിക്കാന്ന് പറഞ്ഞില്ല. വ്യക്തിപരമായിട്ട് മുഹക്കമാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിയമിച്ചോളി. അത് ഏത് നാട്ടിലും പറ്റും, ഏത് നാട്ടുകാരനും പറ്റും. അതിന് ഖാലി എന്ന് പറയില്ല. ഇവിടെ ഖാലി ആരാന്നാ പ്രശ്നം. അതിലതൊന്നും പെടൂല. അപ്പൊ ഖാലി അല്ല അവര്. അതെ, ഖാലി അല്ല അവര്. മറ്റൊന്ന് അത് കഴിഞ്ഞോ?
അത് കഴിഞ്ഞു. ഹല്ലാക്കതിന്റെ ആളുകള് നിയമിച്ച ആളെ ഹല്ലാക്കതിന്റെ ആളുകൾക്ക് വരെ ആ കാലിനെ പിന്നെ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. പറ്റൂല എന്നുള്ളതാണ് പ്രബലമായ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഭൂരിപക്ഷമല്ല, പ്രബലമായ അഭിപ്രായം എന്ന് നമ്മളുടെ ശൈഖുന താജുൽ ഉലമ ഫത്വ നൽകിയിട്ടുണ്ട് എന്നാ ഞാൻ പറഞ്ഞേ. തുഫ വെച്ചിട്ട് ഭൂരിപക്ഷം ന്യൂനപക്ഷം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ യുക്തിപരമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ശരിക്കും ഹല്ലാക്കതിന്റെ ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു കാലിനെ അഖദ് ചെയ്യാനോ ഹല്ല് ചെയ്യാനോ അധികാരമാവുമ്പോഴല്ലേ ശരിക്കും ഹല്ലാക്കതിന്റെ ആളുകളാവുള്ളൂ? ഹല്ലാക്കത് എന്ന് പറയുന്നത് കാലിന്റെ വിഷയത്തിലുള്ളതല്ല, അതും അതിൽ പെടണ്ടേ? അതും കൂടി വരുന്നതേ ഉള്ളൂ. മറ്റ് വിഷയങ്ങളിലെല്ലാം ഹല്ല് ചെയ്യാനും അഖദ് ചെയ്യാനും അധികാരമുള്ള ഒരു കൂട്ടർ, ആ കൂട്ടർക്ക് കാലിയെ നിയമിക്കാൻ അധികാരമുണ്ട് എന്ന് ഫിഖ് പറഞ്ഞു. പിരിച്ചുവിടുന്നിടത്ത് അവരെ പറഞ്ഞില്ല, ഇമാമിന് മാത്രമേ അധികാരമുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ ഹല്ല് അഖദിന്റെ അതിലേക്ക് പിരിച്ചുവിടാൻ അധികാരമില്ല എന്ന് മനസ്സിലാകുന്ന ഷെയ്ഖുനാന്റെ ഫത്വ. അത് വ്യക്ത മനസ്സിലല്ലേ? ഹല്ല് അഖദ് എന്ന് പറഞ്ഞത് ഈ കാലിസ്ഥാനത്തിന്റെ കാര്യത്തിൽ പിരിക്കാനും തീർക്കാനും എന്നല്ല അതിന്റെ അർത്ഥം. ആ നാട്ടുകാരുടെ മേൽ എല്ലാ വിഷയങ്ങളും തീരുമാനിക്കാനും തീരുമാനിച്ചതൊടക്കാനും അധികാരമുള്ളവർ. അങ്ങനെയുള്ളവർക്ക് ഖളായിൽ വരുന്ന അധികാരം നിയമനത്തിലേ ഉള്ളൂ, അസിലിൽ ഇല്ല എന്നാണ് ഇമാമിങ്ങൾ വ്യക്തമാക്കിയത്. അപ്പൊ കഴിഞ്ഞല്ല പ്രശ്നം. ഗവൺമെന്റ് നിശ്ചയിച്ച കാളി, ഒരു ഉദാഹരണം ഇപ്പൊ നമ്മൾ ഈ പ്രശ്നത്തോടെ ഉദാഹരണം തിരൂരങ്ങാടി കാളിയെ മുമ്പ് ഗവൺമെന്റ് നിശ്ചയിച്ചതായിരുന്നു. ഇടക്ക് ആ കാളി സ്ഥാനഭ്രഷ്ടനാകേണ്ട ഒരു അവസ്ഥ വന്നു, കാരണം വന്നു. അങ്ങനെ ആ കാളി സ്ഥാനഭ്രഷ്ടനാവുകയും പിന്നീട് ആ പരിധിയിൽപ്പെട്ട ആ മഹല്ലത്തിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള ആളുകൾ അതേ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കാളിയായി നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്താൽ ഒന്നാം കാളിയെ ബയ്യത്ത് ചെയ്തിരുന്ന എല്ലാ നാട്ടുകാരും മഹല്ലുകാരും ഈ രണ്ടാം കാളിയെ ആ നാട്ടുകാർ ബയ്യത്ത് ചെയ്യും, പിന്നെ കാളിയായി അവരോധിക്കുമ്പോൾ മറ്റുള്ള നാട്ടുകാരെല്ലാം ബയ്യത്ത് ചെയ്യണം എന്നുണ്ടോ? ഉണ്ട് എങ്കിൽ ആ പിന്നെ ഗവൺമെന്റ് നിശ്ചയിച്ച ആ അധികാരം രണ്ടാമത് നിശ്ചയിച്ച നാട്ടുകാർക്കും അതേ ശക്തി കിട്ടുമോ? നിങ്ങൾ ചോദിക്കണേ, ഈ വിഷയത്തിൽ ഒരുപാട് പദങ്ങൾ പുതിയ വന്നിരിക്കണം. ഈ ബൈഅത്ത് എന്നൊന്നും പറഞ്ഞത് കാലിന്റെ അവിടെ ഞങ്ങൾ കാണുന്നില്ല. ഇതൊക്കെ ഇപ്പൊ ഈ ജില്ലാ കാലി വന്നതിന്റെ ശേഷം വന്ന ഓരോരോ പദങ്ങളാ. കാല് അയാളെ പോയി കൈ പിടിച്ച ബൈഅത്ത് ചെയ്യുക, ഇതൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പറയുന്നത്, നിങ്ങൾ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല. ഇമാമിനെ ബൈഅത്ത് ചെയ്യുക എന്നൊരു ഇബാറത്തും സാധാരണ ഉപയോഗമുണ്ട്. കാലി എന്ന് പറഞ്ഞ ആള് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് വാസ്തവത്തിൽ. അപ്പൊ നിയമനാധികാരമുള്ള ഇമാമോ സർക്കാരോ അയാളെ നിയമിക്കലാണ്. നിയമിച്ചാൽ പിന്നെ ആള് പോയി ബൈഅത്ത് ചെയ്യണ്ട. നിയമിച്ചത് എവിടെയാണോ അവിടുത്തെ കാലിയായി അയാൾ നിയുക്തനായി. പിന്നെ ബൈഅത്ത് ചെയ്തോര് ചെയ്യാത്തവര് എന്ന് പറഞ്ഞൊരു വിഷയം അവിടെ ഉത്ഭവിക്കണില്ല. മനസ്സിലായില്ലേ? ഈ ബൈഅത്തിന്റെ പ്രശ്നം വരുന്നത് തന്നെ ഈ ഏപ്പിക്കാർ ഒരു ജില്ലാ കാലിയായിട്ട് വന്നപ്പോഴാണ്. ഇതിന്റെ മുമ്പ് ആരും കാലിനെ ബയ്യത്ത് ചെയ്ത് കേട്ടിട്ടില്ല. പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെ കേൾക്കലില്ലല്ലോ. കാലിനെ ബയ്യത്ത് ചെയ്യാൻ പോയി, മറ്റേ ചെയ്യാൻ പോയി എന്ന്. ബയ്യത്ത് തന്നെ നാട്ടുകാർക്ക് തിരിയില്ല. പക്ഷെ നാട്ടുകാർക്കൊക്കെ ഈ ഭാഷ പറയാം. ബയ്യത്ത് ബയ്യത്ത് ബയ്യത്ത്, എന്തായി ബയ്യത്ത് എന്നാവോ? ഇപ്പൊ ഇമാമിനെ ബയ്യത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന രീതിയിൽ ഒരു ബയ്യത്ത് കാലിക്കില്ല. കാലി എന്ന് പറയുന്നത് ഇമാമ് നിയമിക്കുക, അല്ലെങ്കിൽ ഇമാമിന്റെ നായിബ് നിയമിക്കുക, അല്ലെങ്കിൽ ദുശ്ശൗക്കത്ത് നിയമിക്കുക, അല്ലെങ്കിൽ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് നിയമിക്കുക. ഇങ്ങനെ 4 വിഭാഗമാണ് നിയമിക്കാൻ അധികാരമുള്ളവർ എന്ന് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ കേട്ടല്ലോ? അതിൽ പറയും. നിങ്ങളെ മൈക്കിൽ വെച്ചിട്ട് പറയും. കേട്ടല്ലോ? അത് കേട്ടു. കേട്ടോ. അങ്ങനെ നല്ല നല്ല സംസാരം മനസ്സിലാവും. അപ്പൊ ഈ നിയമനാധികാരമുള്ള ആളുകൾക്ക് നിയമിക്കാൻ അധികാരമുള്ള പ്രദേശത്താകണം നിയമിക്കുന്നതും. നിങ്ങൾ പറയുന്നത് സർക്കാർ നിയമിച്ച ഒരു കാലി സർക്കാർ നിയമിക്കുമ്പോ ഇന്നിന്ന സ്ഥലത്തേക്ക് എന്ന് വിജ്ഞാപനത്തിൽ ഉണ്ടാവും. വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ്, അതിലുണ്ടാവും. ആ സ്ഥലത്തിൽ പെട്ടെടുത്തൊക്കെ അയാൾ കാലിയാവും. അതിന് ബൈഅത്തൊന്നും വേണ്ടയില്ല. സർക്കാർ നിയമിച്ച കാലിയാണെങ്കിൽ മുമ്പൊരു കാലിനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വിജ്ഞാപനം പിന്നെ നിയമിക്കപ്പെടുന്ന കാലിക്ക് ബാധകമല്ല. പിന്നെ നിയമിക്കപ്പെടുന്ന കാലിക്ക് പിന്നെ വിജ്ഞാപനം പുറപ്പെടുവിച്ച ആ സ്ഥലത്തേക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും കാലിയാവും. അതെ. അപ്പൊ സർക്കാർ നിയമിച്ച കാലി സർക്കാർ നിയമിച്ച വിജ്ഞാപനത്തിലുള്ള സ്ഥലങ്ങളിൽ കാലിയാകും. പിന്നീട് അതിന് ശേഷം പിന്നീട് എന്നാലും തലക്കലായാലൊക്കെ ഒന്ന് തന്നെയാണ്. ആദ്യത്തെ ആള് പോയാല് പിന്നത്തെ ആള് വന്നാൽ പിന്നത്തെ ആളുടെ നിയമനം പുതിയ നിയമനാണ്. അപ്പൊ ആ മഹല്ലുകൾ മടങ്ങി വരുമോ ഇതിന്റെ പരിധിയിൽ? എങ്ങനെ? ആദ്യം സർക്കാർ നിശ്ചയിച്ച കാലിക്ക് കീഴിലുള്ള മഹല്ലുകൾ ഇപ്പൊ രണ്ടാമത്തെ കാലിനെ സർക്കാർ നിയമിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ പിന്നെന്താ? അപ്പൊ ആ വിഷയം അവിടേക്ക് വരുമല്ലോ. ആ നാട്ടിൽ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് ആണെന്ന് നോക്കുകയാണെങ്കിലോ? മനസ്സിലായില്ല.
രണ്ടാമത് നിയമിച്ച ആളുകൾ ആദ്യം നിയമിച്ച ആളുടെ അധികാരങ്ങൾ അയാൾ നിഷ്കാസിതമാവുന്നതോടുകൂടെ എല്ലാ പ്രദേശത്തുനിന്നും പോയി. അപ്പൊ അവിടെ ഒന്നും കാലില്ല. ഇനി കാലിനെ നിയമിക്കുന്നത് ആരാണ്? അയാൾക്ക് അധികാരപ്പെട്ട സ്ഥലത്ത് നിയമിക്കണം, അധികാരപ്പെട്ട രീതിയിൽ. എന്നാ വരും അധികാരപ്പെട്ട ആളുകൾ രണ്ടാമത് നിശ്ചയിച്ചാൽ അപ്പൊ അധികാരപ്പെട്ട സ്ഥലങ്ങളിൽ കാലിയാവും. പണ്ട് എന്റെ പൂപ്പാക്കർ ആനുണ്ടായിരുന്നു എന്ന ഇടപാട് ഇതിലില്ല. അതായത് എന്റെ മുൻഗാമി കാലിക്ക് ഇന്നോടത്തൊക്കെ അധികാരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനും ഈ അധികാരമൊക്കെ എടുക്കുന്നു എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അവര് ബയ്യത്ത് ചെയ്തില്ലെങ്കിൽ ബയ്യത്ത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അവിടെ നിയമിക്കണം. നിങ്ങളെ ബയ്യത്തൊന്നും ഞമ്മക്ക് അറിഞ്ഞൂടാ. ബയ്യത്ത് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ നിങ്ങളെ കാളി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അതല്ലേ ഓരോരുത്തരും ആ നിശ്ചയിക്കല്. ഇപ്പൊ ഓരോരുത്തരല്ലേ ബയ്യത്തിന് മഹല്ലത്തുകാർ പറഞ്ഞാല് അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഹല്ലാക്കതുണ്ട് അതിന്റെ ആര് നിയമിക്കുക. അതിന്റെ ബയ്യത്തിന്റെ പ്രശ്നമല്ല, തൗലിയത്ത് എന്ന് അതിന് പറയാം. തൗലിയത്ത് നിയമനം എന്ന് പറയുന്നതും ഒരാളെ പോയി ബയ്യത്ത് ചെയ്യാറും തമ്മിൽ മാറ്റമുണ്ട്. അത് വളരെ മാറ്റമുണ്ട്. ബയ്യത്ത് എന്ന് പറഞ്ഞത് സത്യം ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പ്രതിജ്ഞക്കുള്ള പേരാണ്. നിയമനം എന്ന് പറയുന്നത് ഒരു അഖദാണ്. ഈ അഖദിൽ തൗലിയത്ത് എന്ന് അതിന് പറയാം. അധികാരപ്പെട്ടയാള് ഞാൻ നിങ്ങളെ കാലിയാക്കി, അല്ലെങ്കിൽ വല്ലയിത്തുക്ക, ഞാൻ നിങ്ങൾക്ക് ഇന്നാലിന്ന സ്ഥലത്തെ കാലി സ്ഥാനം അധികാരപ്പെടുത്തി എന്ന് നിയമിക്കുക. അത് നിയമിച്ചാൽ അധികാരമുള്ളവർ അധികാരപ്പെട്ട സ്ഥലത്ത് നിയമിച്ചാലാകും. പണ്ടത്തെ ആള് കാലിയായടത്തൊക്കെ രണ്ടാമത്തെ ആളും കാലിയാകാന്നില്ല. അപ്പൊ ഇനി അഹിലുല്ലല്ലോ വല്ലക്കത് വെറും ഇപ്പൊ നേരത്തെ പറഞ്ഞാല് മൂപ്പന്മാരെന്ന് പറഞ്ഞാല് പണ്ഡിതന്മാര് പെടുവോ അതോ കാരണവന്മാരും എല്ലാവരും പെടും? മൂപ്പന്മാരായിട്ടുള്ളത് വിവരമുള്ളവരാവട്ടെ അല്ലാത്തവരാവട്ടെ കാര്യം തീരുമാനിക്കാനും ഇല്ലാതാക്കാനും ഒക്കെ ആ നാട്ടുകാരുടെ മേൽ അധികാര ശക്തിയുള്ളവർ എന്നാണ് അതിന്റെ അർത്ഥം. ഈ പണ്ഡിതന്മാരും കാരണന്മാരും എല്ലാവരും കൂടിയാൽ ഒരു അഹിലുവല്ലാത്തതാവൂലേ? ഹല്ലാക്കതിന്റെ അഹിലുകാർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് വേണം ഈ നാട്ടുകാരുടെ മേലിൽ. അതായത് ഇവർ തീരുമാനിച്ചാൽ നാട്ടുകാരത് സ്വീകരിക്കുക, ഇവർ നാട്ടുകാർ തീരുമാനിച്ചത് ദുർബലപ്പെടുത്തുക. ഇതിന് കുറെയൊക്കെ അധികാരം ഉണ്ടാവുമ്പോഴാണ് അവർക്ക് ഈ കാലിക്ക് ആ അധികാരം കൈമാറാൻ കഴിയാം. എന്തിനാണ് ഹല്ലും അക്കതിന്റെ അയലാരാകുന്നത് നിയമനത്തിന്? അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വിവരണത്തിൽ നിങ്ങൾ പ്രസംഗം കേട്ടോ? അതെ. പ്രസംഗം കേട്ടിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാലി പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ അധികാരപ്പെട്ട ആളുകളുടെ മേലിൽ നടപ്പാക്കാൻ, ആ കാലിനെ സഹായിക്കാനും കാലിക്ക് എത് ശക്തിപ്പെടുത്താനും ഈ ഹല്ലാക്കതിന്റെ ഹലിയാർക്ക് കഴിയണം. അത് കഴിയണമെങ്കിൽ കാലിയായ പ്രദേശത്തെ ജനങ്ങളുടെ മേലിൽ കാലിന്റെ നിയമങ്ങൾ നടപ്പാക്കാനുള്ള അധികാരശക്തി ഈ ഹല്ലാക്കതിന്റെ ഹലിയാർക്ക് വേണം. നാടൻ മട്ടില് നിയമമട്ടിലുള്ള അധികാരശക്തിയാണ് ദുശ്ശൗക്കത്തിനും ഇമാമിനും ഒക്കെ കിട്ടുക, നിയമപാലകരും പോലീസും ഒക്കെ. നാടൻ മട്ടിലുള്ള ആജ്ഞാശക്തിയാണ് അധികാരശക്തിയായിട്ട് ഹല്ലാക്കതിന്റെ ഹലിയാർക്ക് വരിക. ഇതില്ലാത്ത മൂല്യന്മാരായിട്ടൊന്നും കാര്യമല്ല. ഓൻ കുറെ ഇൽമടിച്ചിട്ട് നിർത്തിയിട്ട് നാട്ടുകാരെടുത്ത് അയാൾ പറയണതിനൊരു അധികാര ശക്തി ഇല്ലെങ്കിൽ അയാൾ ഹല്ലു ആക്കുകാരനൊന്നുമല്ല. അയാൾ ബഹുമാനപ്പെട്ട ആളാണ്, ഇൽമിന്റെ അധികാരൻ. അയാൾ വരുമ്പോൾ നീച്ചിക്കണം, ബഹുമാനിക്കണം, സ്വാലിഹാണെങ്കിൽ കൈ മുത്തണം, ഇതൊക്കെ പറ്റും. അയാൾ നാട്ടിൽ ഹല്ലു ആക്കുതിന്റെ ഒന്നും ആളാവില്ല. ഹല്ലു ആക്കുതിന്റെ ആളാണെങ്കിൽ അവർക്കാണ് കാലിസ്ഥാനം നിയമിക്കാൻ അധികാരം. നിങ്ങൾക്ക് മനസ്സിലാക്കണം? ഒന്നങ്ങനെ അല്ലാക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഉണ്ടെങ്കിൽ ആ നിയമിച്ചിടത്ത് കാലിസ്ഥാനം കിട്ടും, ഇല്ലാത്തയിടത്ത് അധികാരങ്ങൾ കിട്ടും, കൈകാര്യം ചെയ്യാൻ കിട്ടും. നേരത്തെ ചോദിച്ചാൽ അതാണ് തെഹ്കീമിന്റെ അധികാരമൊക്കെ കിട്ടും. കാലിയായിട്ടുള്ള അധികാരം ഒന്നും കിട്ടില്ല. തിരൂരങ്ങാടി കാളി നിയമനത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദയവായി എന്റെ കാര്യങ്ങൾ പറഞ്ഞു തീരുന്നത് വരെ എനിക്ക് സമയം തരണം. അതിന്റെ ഇടക്ക് പറയരുത്, മറുപടി പറയരുത്. ഉസ്താദ് പ്രസംഗത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഏതെങ്കിലും തങ്ങന്മാര് തലയിൽ കെട്ട് വെച്ചത് കൊണ്ടോ മറ്റോ അഹിൽപ്പെടൂല എന്നൊരു വാക്ക് പറഞ്ഞു. ഞാനത് ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞത് ജിഫ്രിയെ കുറിച്ച് ആണെങ്കിൽ അവിടെയാണ് ഞാനൊരു വിശദീകരണം ഉദ്ദേശിക്കുന്നത്. കാരണം കാം ബഹദൂർ മുത്തുകോയ തങ്ങൾ എന്ന് പറയുന്ന ഒരാളുണ്ടായി. അതായത് ഈ ജിഫ്രി എന്ന് പറയുന്ന മരിച്ച ജിഫ്രി, അലവി ജിഫ്രിയുടെ ബാപ്പ ആറ്റക്കോയ തങ്ങളുടെ ബാപ്പ കാം ബഹദൂർ മുത്തുകോയ തങ്ങൾ. അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാം ബഹദൂർ പട്ടം കൊടുത്ത ആള്. അയാൾക്ക് അവിടെ കാവിയെ നിയമിക്കാനും, അത് മാത്രമല്ല തിരൂരങ്ങാടി വലിയ പള്ളിയുടെ 2 ഏക്കർ 72 സെന്റ് സ്ഥലം, കൃത്യമായിട്ട് 2 ഏക്കർ 72 സ്ഥലത്തിന്റെ ജമ്മിയുമാണ് അയാൾ. തിരൂരങ്ങാടി വലിയ പള്ളിയുടെ 2 ഏക്കർ 72 സ്ഥലത്തിന്റെ ജമ്മിയുമാണ് കാം ബഹദൂർ മുത്തുകോയ തങ്ങൾ. അദ്ദേഹം ആയിരുന്നു അന്ന് കാളിയെ നിയമിച്ചിരുന്നത്. ഞാൻ ഇത് പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞ പോലെ ബൈഅത്ത് പറയുന്നില്ല, ഏതായാലും ബൈഅത്ത്ക്ക് ഞാനില്ല. അദ്ദേഹം നിയമിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു.
അതായത് അതിന്റെ ഒരു ചടങ്ങ് എന്നുള്ള നിലക്ക് പഴയ കാലത്ത് ഒരു മറ്റേ തൊപ്പിയുണ്ട്, ഇപ്പോഴത്തെ തൊപ്പിയല്ല, ആ ഒരു തൊപ്പി വെച്ചു കൊടുത്തുകൊണ്ടായിരുന്നു അത് ചെയ്തിരുന്ന. ഒരു ചടങ്ങായിട്ട് അത് അതിന് പിന്നെ പിൻബലമൊന്നും ഉണ്ടായിട്ട് പറയല്ല, ഏതായാലും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അതിന്റെ അനന്തരം പിന്നെ ആറ്റക്കോയത്തങ്ങൾ വന്നു. ആറ്റക്കോയത്തങ്ങൾ എന്ന് പറഞ്ഞാൽ മുത്തുകോയത്തങ്ങളുടെ മകൻ, അദ്ദേഹവും അങ്ങനെ തന്നെ ഖാദിയെ നിയമിച്ചു. അവസാനമായി അബ്ദുറഹ്മാൻ കുട്ടി മഖ്ദൂമി സ്വാതന്ത്ര്യത്തിന്റെ ശേഷം വന്നു. അബ്ദുറഹ്മാൻ കുട്ടി മഖ്ദൂമി, ഞാൻ ഇതിലൊക്കെ കുറെ അതിൽ പങ്കെടുത്ത ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അബ്ദുറഹ്മാൻ കുട്ടി മഖ്ദൂമിക്ക് സെയ്ദ് അലവി ജിഫ്രി തങ്ങൾ ഈ തൊപ്പി വെച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അംഗീകാരം കൊടുത്തു. പക്ഷേ അത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. അപ്പോ ആദ്യത്തെ ഈ കാം ബഹദൂർ സ്ഥാനവും ഒക്കെ അതോടുകൂടി പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആദ്യത്തെ പിന്നെ ഖാദിയും പിന്നത്തെ ഖാദിയും എല്ലാം വന്നത് ഗവൺമെന്റ് ജിയോ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ വന്ന ഈ അബ്ദുറഹ്മാൻ കുട്ടി മഖ്ദൂമി വന്നതും ജിയോ, ആ നമ്പർ വേണമെങ്കിൽ ഞാൻ എടുത്തുതരാം, വെറുതെ പറയല്ല. ഞാൻ ആര് എന്നോട് സമീപിച്ചാൽ ഞാൻ എടുത്തുതരാം, ജിയോന്റെ നമ്പർ എടുത്തുതരാം, വെറുതെ പറയല്ലത്. ആ ജിയോ പ്രകാരമാണ് നിയമിച്ചത്. ആ നിയമിക്കപ്പെട്ട ഖാദി ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഈ പ്രമേഹ രോഗം പിടിപ്പെടുകയും അദ്ദേഹത്തിന്റെ കാല് മുറിക്കുകയും ചെയ്തു. കാല് മുറിച്ചപ്പോ പറഞ്ഞത് അദ്ദേഹത്തിന് കാല് മുറിച്ചപ്പോ ബോധം കെടുത്തിയിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരമാധികാരം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല അതിന്റെ ശറൈന്റെ വിധി. അത് പിന്നെ അതുകൊണ്ട് ബോധം കെട്ടതുകൊണ്ട് അദ്ദേഹത്തെ ഇനി തുടരാൻ പാടില്ല, അതുകൊണ്ടാണ് പുതിയ ഖാദിയെ നിയമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൊന്മള ഉസ്താദിനെ നിയമിച്ചു അവിടെ ഖാദിയായിട്ട്. 4 ദിവസം കഴിഞ്ഞപ്പോ കണ്ടിരുന്നു പൊന്മള ഉസ്താദ് അല്ല എന്ന് പറയപ്പെടുന്നു കേട്ടു. പിന്നെ വേറൊരു ഖാദി, ഒരു പിന്നെ ഇപ്പുറത്തുകാരന് ഒരു അബ്ദുള്ള കുട്ടി എന്ന് പറയുന്നത്, ഞാൻ സൗദി അറേബ്യയിൽ നിന്റെ കൂടെ സൗദി അറേബ്യയിൽ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് പറഞ്ഞിട്ട് അയാള് അബ്ദുള്ള കുട്ടി മഖ്ദൂമി പിന്നെ കുടുംബത്തിലായിരിക്കാം, എനിക്കറിഞ്ഞൂടാ. മഖ്ദൂമി കുടുംബത്തിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല, വിവരമില്ല. ആട്ടെ, ഏതായാലും അദ്ദേഹത്തിനെ നിയമിച്ചു എന്ന് കേട്ടു. അങ്ങനെ ആ നിയമനം കഴിഞ്ഞു. അത് പിന്നെ ബൈഅത്ത് ചെയ്തു എന്നാ പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. ഓല് പറഞ്ഞു, ഞാൻ പറയല്ല. ഓല് പറഞ്ഞത് അബ്ദുറഹ്മാൻ കുട്ടി ഈ അബ്ദുള്ള കുട്ടി മഖ്ദൂമിനെ കൊണ്ട് ബൈഅത്ത് ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം പല മഹല്ലുകളും മാറി ചിന്തിക്കാൻ തുടങ്ങി. അവിടെ പ്രശ്നങ്ങളിലേക്ക് വന്നു. ആ കൂട്ടത്തിൽ ഞാൻ കക്കാട് മഹല്ലുകാരനാണ്. കക്കാട് മഹല്ലിൽ ഞങ്ങളല്ല, ഒരു വിഭാഗം ആളുകൾ ഒരു ഖാദിയെ നിയമിച്ചു. അവിടുത്തെ ഖത്തീബായിരുന്ന ഒരാളെ ഖാദിയായി നിയമിച്ചു. ഖാദിയായി നിയമിച്ചപ്പോൾ അവിടെ 2 ഖാദിയായി. പ്രശ്നങ്ങളിലാണ് ഇപ്പൊ നിലവിലുള്ളത്. പ്രശ്നങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഒരു കൂട്ടർ നിക്കാഹിന് ഇപ്പൊ 2 കൂട്ടർ നിക്കാഹിന് വെവ്വേറെ കൊണ്ടുവന്നു. അപ്പോ അവിടുത്തെ ഹുക്മ് എന്ത് വേണമെന്നാണ് എനിക്ക് അറിയേണ്ട വിഷയം. അതാണ്. പക്ഷെ ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ, ആ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് അറിയേണ്ട വിഷയം പിന്നെ ഇതാണ്. ഈ പിന്നെ കക്കാട് ഖത്തീബിനെ അവിടെ ഖാദിയായി നിയമിച്ചു. അതിന്റെ പിന്നെ അതേ സമയത്ത് മറ്റേ ഖാദിയും നിലവിൽ അവിടെ ഉണ്ട്. ഇത് ആകെ നാട്ടിൽ ഫസാദാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അവിടുത്തെ ഹുക്മ എന്ത് എന്നുള്ളത് അറിയാൻ വേണ്ടി ഞങ്ങൾ പിന്നെ 1-2 ആളുകളെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. ആ അധികാരപ്പെടുത്തിയതനുസരിച്ച് വന്ന് നോക്കിയതാണ്. അതിൻ്റെ ഒരു മറുപടി പറഞ്ഞു തരാൻ ദയവായിട്ട്. അസ്സലാമു അലൈക്കും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മനസ്സിലായത് കക്കാട് പ്രദേശത്തെ ആ നിലയിലപ്പോ നമുക്ക് പറയേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ കേട്ടു, അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. കക്കാട്ട് പ്രദേശത്ത്, കക്കാട് എന്ന പ്രദേശത്തെ മുസ്ലിമീങ്ങളുടെ ഖാദിയായിട്ടാണല്ലോ നിയമിക്കുന്നത്. അപ്പൊ ആ മുസ്ലിമീങ്ങളുടെ മേലിൽ തീരുമാനിക്കാനും കാര്യങ്ങൾ ഏൽപ്പിക്കാനുമൊക്കെ അധികാരമുള്ള ഹല്ല് അഖദുകാർ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹല്ല് അഖദിന്റെ അഹിലാർ എന്ന് വെച്ചാൽ നാട്ടിലെ മൂപ്പന്മാർ, നാട്ടുകാരുടെ മേൽ മൊത്തം അധികാരപ്പെട്ട എല്ലാവരും വിഭാഗത്തിന് 2 വിഭാഗമായിട്ടല്ലാത്തത് തിരിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഹല്ല് അഖദിന്റെ അഖിലുകാര് ഒന്നിച്ച് ഐക്യകണ്ഠേന നിയമിക്കുകയോ, ഒന്നിച്ച്, നിങ്ങൾ ആരും കണ്ട, ഞാനും ഓർമ്മയിട്ടില്ല സംസാരം, ഒന്നിച്ച് ഐക്യകണ്ഠേന ഹല്ല് അഖദിന്റെ അഖിലുകാര് നിയമിച്ചാലേ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്മതപ്രകാരം ചിലർ നിയമിച്ചാലേ ഖാദിയായിട്ട് അദ്ദേഹം വരൂ. ഒന്നാമത്തെ പ്രശ്നം, ഈ നിയമിക്കുന്നവർ ഹല്ല് അഖദിന്റെ അഖിലുകാരാവണം. രണ്ടാമത്തെ പ്രശ്നം, ആ ഹല്ല് അഖദിന്റെ അഖിലുകാര് തന്നെ ഐക്യകണ്ഠേനയാവണം. ഐക്യകണ്ഠേനയാവണം എന്നാൽ നിയമിക്കുന്നത് തന്നെ എല്ലാവരും ഒത്തുകൂടണം എന്ന് വ്യവസ്ഥയില്ല. മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരം ചിലർ നിയമിച്ചാലും മതി. എങ്കിലേ അവർ മഹല്ലിന്റെ മേൽ ഒന്നിച്ച് ഖാദിയാവുകയുള്ളൂ. അപ്പോൾ ആ ഖാദി സ്ഥാനം കിട്ടുള്ളൂ.
വിഭാഗം തിരിഞ്ഞിട്ട് നിയമിച്ചാൽ നമ്മളിപ്പോ ഈ ആദ്യത്തെ ചോദ്യക്കാരനോട് പറഞ്ഞതുപോലെ നിയമിച്ചവരുടെ മുഹക്കമാവും. അതായത് നിയമിച്ചവരുടെ കാര്യം നോക്കാനുള്ള അധികാരം അയാൾക്ക് കിട്ടും, അയാൾ അംഗീകരിക്കുന്നവരുടെ കാര്യം നോക്കാനുള്ള അധികാരം അയാൾക്ക് കിട്ടും. അപ്പൊ 2 വിഭാഗമായി നിങ്ങൾ തിരിക്കുമ്പോൾ ആ 2 വിഭാഗവും തിരിക്കുന്നതിൽ ആരൊക്കെ ഉണ്ടോ ഓലെ അധികാരപ്പെട്ട മുഹക്കമായിട്ട് അയാൾ വരും, നിയമിച്ച ആള് വരും. നാടിന്റെ പൊതു കാലിയായിട്ട് വരൂല. നാടിന്റെ പൊതു കാലിയായിട്ട് വരുമ്പോൾ നിയമിച്ചവർക്ക് മാത്രമല്ല, നിയമിച്ചവർ മൂലം സാധുക്കളായ എല്ലാ മഹല്ല് നിവാസികളുടെ മേലിലും അധികാരം വരും. അത് ഐക്യകണ്ഠേന ഹല്ലാക്കുന്നതിന്റെ എല്ലാവരും കൂടിയെങ്കിലേ കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? ശരി. നമ്മളിപ്പോ നൂറ്റാണ്ടുകളായിട്ട് പാരമ്പര്യമായിട്ട് പോരുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തോടുകൂടി തന്നെ പോരുന്ന മഹല്ലത്തുകളിൽ അവിടെ പുതിയതായിട്ട് മുജാഹിദുകളും ജമാഅത്തുകളും അതേമാതിരി AP വിഭാഗം ഒരുപാട് ഇങ്ങനെ പള്ളിയെടുത്ത് കാദിമാരാവാനുണ്ട്. അങ്ങനെ കാദിമാരായാല് ഇപ്പോ ഒരു പെണ്ണിന് അതിവിടെ പറഞ്ഞതിന്റെ ഇടയിൽ പെണ്ണിന് വലിയില്ലാത്ത പെണ്ണിന് പിന്നെ കൈ കൊടുക്കണമെങ്കിൽ ഈ കാദിക്ക് അധികാരം ഉണ്ടോ അല്ല. അപ്പോൾ അങ്ങനെ മുജാഹിദും ജമാഅത്തും വലിയ പുതിയ വിഭാഗക്കാർക്ക് കാദിയായിട്ട് വന്നാല് അവർ ഈ ചെയ്ത് നിക്കാഹ് ചെയ്തെടുത്ത സഹയാവോ ഉസ്താദ്? കാദിമാരായിട്ട് വരുന്നവര് നിരന്തരമായിട്ട് ആ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഖളാഇന്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയില്ലാത്ത പെണ്ണിനെ നിക്കാഹ് ചെയ്യാനുള്ള അധികാരം കിട്ടും. അങ്ങനെ കിട്ടിയവരുണ്ടെങ്കിൽ. അങ്ങനെ കിട്ടിയവരില്ലെങ്കിൽ തൽക്കാലം ഓരോ ഇടപാടിലും അവർക്ക് അധികാരം കിട്ടണം. ആരുന്ന അധികാരം എന്ന് വെച്ചാൽ അവരിന്ന് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ വണ്ടൂരിന്ന് കുട്ടിക്കോളി. വണ്ടൂരിൽ നിയമപ്രകാരം അധികാരപ്പെട്ട ആളുകൾ ഒന്നിച്ച് നിയമിച്ച കാലിയാണ്. അങ്ങനെ കാലിയാവുമ്പോ ആ കാലിന്റെ അധികാരം നിലനിൽക്കും. അതിന്ന് വിട്ടുപോയവര് കുറ്റക്കാരാവുന്നല്ലാതെ അല്ല. അപ്പൊ മുജാഹിദും ജമാഅത്തും അല്ലെങ്കിൽ സുന്നിയായി ഈ കാലിനെ അധികാരത്തിൽ നിന്ന് വിട്ടുപോകുന്നവര് കുറ്റക്കാരാവുന്നല്ലാതെ. അപ്പൊ അവര് നിക്കാഹ് സഹയാവും. പെണ്ണ് വലിയായിട്ട് കാലി കൈ കൊടുത്താലും മറ്റേ വിഭാഗം കാലി കൈയോ. കാരണം നിയമിച്ച കാലിക്ക് ഖളാഇന്റെ അധികാരം അല്ലെങ്കിൽ പറ്റൂല. കാലുള്ളതിനോട് കൂടെ അർഹതപ്പെട്ട കാലുണ്ടാകുമ്പോ ഒരു വലിയില്ലാത്ത പെണ്ണിന്റെ കാര്യത്തിൽ തെഹക്കീമ് ചെയ്യാൻ പാടില്ല. ഇല്ല. അപ്പൊ പഴയ കാലിന്റെ അധികാരത്തെ കൈകടത്തിയിട്ട് പുതിയ സുന്നി വിഭാഗമാണെങ്കിലും വലിയില്ലാത്ത പെണ്ണിന് കടിച്ചു. അപ്പൊ അങ്ങനെ നിക്കാഹ് ചെയ്ത സഹയാവൂല. മുഹക്കം ആണെങ്കിൽ കാലി അർഹതപ്പെട്ട കാലിയാണെങ്കിൽ ആ അർഹതപ്പെട്ട കാലുണ്ടായിരിക്കെ മുഹക്കമിന് അധികാരം വരില്ല. ഇല്ലെങ്കിൽ മുഹക്കമ് വരും. എന്നാ പ്രബലം. ഇതൊക്കെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളാണ്, ഏകകണ്ഠല്ല. അതാ ഞാൻ ഈ പ്രബലം മറ്റൊന്നൊക്കെ പറയുന്നത്. ഷാഫി മദ്ഹബിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അവിടെയും ഇവിടെയൊക്കെ. അപ്പൊ എല്ലാ പ്രവൃത്തിമക്കും ഇതൊക്കെ ബാധകമാക്കരുത്. നമ്മൾ നിയമം പറയുമ്പോൾ പ്രബലമായത് പറയും. ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞു ഖാദിമാർക്ക് ഹദിയയോ അല്ലെങ്കിൽ അതുപോലെ സ്വതക്കയോ സ്വീകരിക്കാൻ പാടില്ല എന്ന്. പക്ഷെ അധിക ഖാദിമാരും മഴീഷത്തിന് മറ്റു മാർഗങ്ങളില്ലാത്തവരുമാണ്. നമ്മുടെ അനുഭവത്തിൽ പലരും തന്നെ നിക്കാഹിന്റെ ശേഷം ഹദിയയും സ്വതക്കയും സ്വീകരിക്കുന്നവരുമാണ്. ഇവിടെ എന്ത് ചെയ്യും? മൊത്തം ഞാൻ പറഞ്ഞല്ല, ഞാൻ അതിന്റെ ഗൗരവം പറഞ്ഞതാണ്. പതിവുള്ള ആള് കാലിസ്ഥാനം ഏൽക്കുന്നതിന്റെ മുൻപേ പതിവുള്ള ആള് പതിവുള്ള വിധം ഹദിയ കൊടുക്കുകയാണെങ്കിൽ സ്വീകരിക്കാമെന്നാ ഫത്ഹുൽ മുഈനിൽ പറയുന്നത്. പതിവില്ലാത്തവർ കാലിയാക്കിയതിന്റെ ശേഷം മാത്രം കൊടുക്കുകയാണെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല, അങ്ങനെയുള്ളൂ. അപ്പൊ പതിവ് പ്രകാരം കൊടുക്കുകയാണെങ്കിൽ സ്വീകരിക്കാം. പതിവിന്റെ അപ്പുറം കൊടുക്കുകയാണെങ്കിൽ സ്വീകരിക്കാൻ പറ്റൂല. സദക്കയെ സംബന്ധിച്ച് സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് പ്രബലം. സുബിക്കി മാമനെ പോലെ ചിലരൊക്കെ സ്വീകരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ വല്ല അഭിപ്രായങ്ങളും ഉദ്ദേശിച്ചിട്ടായിരിക്കും വേറെ വരുമാനമില്ലാത്തവര് സ്വീകരിക്കുന്നത്. ഈ പതിവ് എന്ന് പറഞ്ഞത് പിന്നെ മാലിന്റെ ഹസറിലാണോ അല്ല കൊടുക്കുന്ന വിഷയത്തിലാണോ? നിങ്ങള് ആ പ്രദേശത്ത് കാലിയാക്കിയ ആൾക്ക് മുമ്പും കൊടുത്തിട്ടുണ്ട് ഹദിയ, കാലിയാക്കിയപ്പോഴും കൊടുത്തു ഹദിയ. ഇങ്ങനെ വരികയാണെങ്കിൽ സ്വീകരിക്കാം. ഇതാ പതിവ്. നാട്ടില് പതിവ് എന്നല്ല, നിങ്ങൾക്ക് പതിവുണ്ടെങ്കിൽ നിങ്ങളുടെ ഹദിയ സ്വീകരിക്കാം. അതായത് കാലിയാക്കുന്നതിന്റെ മുൻപേ നിങ്ങൾ അയാൾക്ക് ഹദിയ കൊടുക്കലുണ്ട്. എന്നാൽ കാലിയാക്കി കഴിഞ്ഞിട്ടും കൊടുക്കുന്നത് അതിന്റെ തുടർച്ച എന്നല്ല മനസ്സിലാക്കാനുള്ളൂ, സ്വാധീനിക്കാനാണ് എന്ന് തിരിയണ്ടല്ലോ. മനസ്സിലല്ലേ? അങ്ങനെ ആവുമ്പോഴാണ് ശരിയായ കാലി സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പതിവുള്ളവർ തന്നെ ആ പതിവിന്റെ അപ്പുറം കാലിയായപ്പോ കൂട്ടിക്കൊടുത്താലും കാലി സ്വീകരിക്കാൻ പാടില്ല. നാട്ടിൽ നടക്കുന്ന കാലിമാരൊക്കെ ശരിക്ക് കാലിമാരല്ല. അപ്പൊ അവര് സാധാരണഗതിയിൽ ഹുതുബോദിന് നിക്കരിക്കണി നിക്കാവൊക്കെ നടത്തുന്ന ഒരാൾക്കാർ എന്നുള്ള നിൽക്കാണ് ഈ ഹദീ സംഗതിയൊക്കെ സ്വീകരിക്കുന്നത്. സാക്ഷാൽ കാലിമാര് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പതിവുള്ളവരാ സ്വീകരിക്കുക, പതിവുള്ളവരിൽ നിന്നാ സ്വീകരിക്കുള്ളൂ, അതേ പാടുള്ളൂ.
ഇനി അല്ലാതെ ഉണ്ടെങ്കിൽ വല്ല അഭിപ്രായങ്ങളും അവർ കണ്ടിട്ടായിരിക്കും. നിങ്ങൾ എതിർക്കാനൊന്നും പോണ്ട, ഞാൻ എൻ്റെ ഗൗരവം ഉണർത്തിയെന്നേ ഉള്ളൂ, ആളുകൾ ശ്രദ്ധിക്കാൻ. ഖലാഇന്റെ ഷർത്തുകൾ വിശദീകരിച്ചപ്പോൾ കോഴിക്കോട് ഖാദിമാര് ഏതിൽ പെടും എന്നൊരു സംശയം. അത് ഞാൻ അറിഞ്ഞിടത്തോളം കഴിഞ്ഞ 2 ഖാദിമാരും മറ്റേ സർക്കാർ അംഗീകാരമുള്ള ഖാദിമാരായിരുന്നു. ഇപ്പം നിലവിലുള്ള ഖാദി, ചെറിയ ഖാദി എന്ന് പറയണേ മുഹമ്മദ് കോയ എന്ന് പറയണ ബാക്കവി, അവര് സർക്കാർ അംഗീകാരമുള്ള ഖാദിയാണ്. ശിഹാബുദ്ദീൻ ഇമ്പിച്ചുകോയ തങ്ങളും സർക്കാർ അംഗീകാരമുള്ള ഖാദിയാണ്. രണ്ടാമത്തെ ഖാദി ഇപ്പം മരിച്ച മൂപ്പർക്കും ആ അംഗീകാരം കിട്ടിയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. സൂക്ഷ്മമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അധികാരം ഉണ്ടെങ്കിൽ അവർ ശുശ്രൂഷത്ത് സർക്കാർ അധികാരമുള്ള ഖാദിയാണ്. അപ്പൊ അവരെ വിലായത്തിന്റെ മഹല്ല് എങ്ങനെ അത് അതിൽ അധികാരപ്പെടുത്തും. ആ ജീവൻ നമ്പറിൽ ഇന്നിയും പ്രദേശങ്ങളിൽ നിന്ന് കാണും, ആ പ്രദേശങ്ങളിൽ വരും. കോഴിക്കോട് പഴയ കാലിന്റെ കോഴിക്കോട് താലൂക്ക് എന്നായിരുന്നു. അന്നത്തെ ബ്രിട്ടീഷുകാരെ കാലത്തെ കോഴിക്കോട് താലൂക്ക് എന്നായിരുന്നു. അപ്പൊ ആ പ്രദേശങ്ങളൊക്കെ പെടും എന്ന മാതിരി. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പള്ളിയുടെ ആൾക്കാർ ഖാദിയാർ പൈസ എടുത്തും ചോദിക്കുന്ന സമ്പ്രദായങ്ങൾ നാട്ടിലൊക്കെ ഉണ്ട്. അതങ്ങനെ അവർക്ക് മേടിക്കാൻ പറ്റുമോ? എന്തേക്കുന്നത് അതൊന്നും ഇവിടുത്തെ വിഷയമല്ലല്ലോ. ഖാദിയായിട്ട് ബന്ധപ്പെട്ട് നിക്കാഹ് കഴിഞ്ഞതിന് ഹദിയ സ്വീകരിക്കുന്നതിന് ഹദിയല്ല ഈ പറയുന്നത്. വാക്ക് ചൊല്ലിക്കൊടുത്തതിന്, നിക്കാഹിന്റെ വാക്ക് ചൊല്ലിക്കൊടുത്തതിന്, വാക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വാക്ക് പഠിപ്പിച്ചു കൊടുത്തതിന് പൈസ സ്വീകരിക്കാം. അത് വേറെയാണ്. അത് ഹദിയിലൊന്നും പെട്ട. വാക്ക് പഠിപ്പിച്ചു കൊടുത്ത ആൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ ചൊല്ലിക്കൊടുത്തവർക്കൊക്കെ തന്നെ ഹദിയ കൊടുക്കുകയാണെങ്കിൽ സ്വീകരിക്കാം. ഞങ്ങളിവിടെ പറയുന്നത് സാക്ഷാൽ ഖാദിക്ക് മഹല്ല് വിലായത്തുൽ വലി എന്ന് പറയുന്ന ഹദിയ.